നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോഴും പ്രവാസികൾക്ക് ആശ്വാസം നൽകി ഇളവുകൾ പ്രഖ്യാപിക്കുകയാണ് സൗദി അറേബ്യ. നിലവിൽ പുറത്തുവന്ന നിബന്ധനകൾ പ്രകാരം സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കുന്നതിന് നിർബന്ധമാക്കിയിരുന്ന PCR ടെസ്റ്റിൽ നിന്ന് സ്വദേശികളുടെ വിദേശികളായ പങ്കാളികളെ ഒഴിവാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. വിദേശത്തു നിന്ന് വരുന്ന സ്വദേശി പൗരന്റെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും PCR ടെസ്റ്റിന്റെ ആവശ്യമില്ല എന്നതാണ്. കൂടാതെ സ്വദേശികളോടൊപ്പം സൗദിയിൽ പ്രവേശിക്കുന്ന വീട്ടുജോലിക്കാരെയും നിർബന്ധിത PCR ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയതായി മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. ഇതുമൂലം സൗദിയിലേക്ക് യാത്ര തിരിക്കാൻ കാത്തിരുന്ന പ്രവാസികൾക്ക് ആശ്വാസമായിരിക്കുകയാണ്. കോവിഡ് സംബന്ധിച്ച് ആഗോളതലത്തിൽ തന്നെ സംഭവിക്കുന്ന വികാസങ്ങളും രാജ്യത്തെ ഇപ്പോഴത്തെ സ്ഥിതിയും നിരന്തരമായ വിലയിരുത്തലിന് വിധേയമാക്കിയതിനു ശേഷമാണ് മന്ത്രാലയം ഇത്തരത്തിലൊരു തീരുമാനം സ്വീകരിച്ചത്. വിദേശ രാജ്യത്ത് നിന്ന് വരുന്നവർ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് 72 മണിക്കൂർ മുൻപ് നടത്തിയ കോവിഡ് PCR പരിശോധന നടത്തിയ നെഗറ്റീവ് ഫലം കൈവശം കരുതണമെന്നതാണ് നിയമം. ഈ നിയമമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോവിഡ് നിയന്ത്രിക്കാൻ വേണ്ടി രാജ്യത്ത് വാക്സിനേഷൻ ശക്തമാക്കിയിരിക്കുന്നു. 48.2 ദശലക്ഷത്തിലധികം പേർക്ക് ഇതുവരെ രാജ്യത്ത് വാക്സിൻ നൽകിയതായി അധികൃതർ അറിയിക്കുകയുണ്ടായി. സ്വദേശികൾക്കും വിദേശികൾക്കും ഇപ്പോൾ ബൂസ്റ്റർ ഡോസ് സൗദി നൽകുന്നുണ്ട്. രാജ്യത്തുടനീളം 587 വാക്സിനേഷൻ കേന്ദ്രങ്ങളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. അതേസമയം സൗദി അറേബ്യയ്ക്ക് പുറത്തുനിന്ന് വരുന്ന 12 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഉംറയ്ക്ക് അനുമതി നൽകിയതായി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ആദ്യം അനുമതി നൽകിയിരിക്കുന്നത്. ഉംറ തീർത്ഥാടകർക്ക് നിലവിലുണ്ടായിരുന്ന പരമാവധി പ്രായം 50 വയസ്സായിരുന്നു. ഇത് മന്ത്രാലയം എടുത്തുകളയുകയും ചെയ്തിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.